ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 26ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ട് സയൻസിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ സിലബസിലെ സയൻസ്, ജനറൽ സയൻസ് എന്ന വിഭാഗത്തിലെ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് 100ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾ ഈ ക്ലാസ് ഒഴിവാക്കരുത്. തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സയൻസിൽ നിന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ജനറൽ സയൻസിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട 100ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏത്? ഉത്തരം കോൺകേവ് ലെൻസ്. ഉത്തരം കോൺകേവ് ലെൻസ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. അടുത്ത ചോദ്യം: മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം സക്കറിയാസ് ജാൻസൺ. സക്കറിയാസ് ജാൻസൺ ആണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. മൂന്നാമത്തെ ചോദ്യം: മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം റോബർട്ട് ഹുക്ക്. ഉത്തരം റോബർട്ട് ഹുക്ക്. അടുത്ത ചോദ്യം: കേശകേന്ദ്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. കേശകേന്ദ്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം റോബർട്ട് ബ്രൗൺ. കേശകേന്ദ്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. അഞ്ചാമത്തെ ചോദ്യം: സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം MJ ഷ്ലീഡൻ. MJ ഷ്ലീഡൻ. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്: ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം തിയോഡർ ഷാൻ. തിയോഡർ ഷാൻ. ഏഴാമത്തെ ചോദ്യം: കോശത്തിനുള്ളിലെ ഊർജനിലയം എന്നറിയപ്പെടുന്ന ഭാഗം. കോശത്തിനുള്ളിലെ ഊർജനിലയം എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിലെ ഊർജനിലയം എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയ. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്: കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണശാല ഏത്? കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണശാല. ഉത്തരം റൈബോസോം. ഉത്തരം റൈബോസോം. ഒമ്പതാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം. ഉത്തരം പല്ലിന്റെ ഇനാമൽ. ഉത്തരം പല്ലിന്റെ ഇനാമൽ. പത്താമത്തെ ചോദ്യം: മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന വൈറ്റമിൻ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന വൈറ്റമിൻ. ഉത്തരം വൈറ്റമിൻ കെ. ഉത്തരം വൈറ്റമിൻ കെ. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്: ഉമ്മുനീർ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന എൻസൈമുകൾ ഏതൊക്കെ? ഉമ്മുനീർ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന എൻസൈമുകൾ ഏതൊക്കെ? ഉത്തരം സലൈവറി അമിലേസ്, ലൈസോസൈം. സലൈവറി അമിലേസ്, ലൈസോസൈം ഇവ രണ്ടുമാണ് ഉമ്മുനീർ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട എൻസൈമുകൾ. 12ാമത്തെ ചോദ്യം: ജലത്തിൽ ലയിക്കാത്ത ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുന്ന ഭാഗം. ജലത്തിൽ ലയിക്കാത്ത ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗം. ഉത്തരം ചെറുകുടൽ. ഉത്തരം ചെറുകുടൽ. 13ാമത്തെ ചോദ്യം: ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഹൃദയസ്തരത്തിന്റെ പേര്. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ പേര്. ഉത്തരം പെരിക്കാർഡിയം. ഉത്തരം പെരിക്കാർഡിയം. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്: ഹൃദയത്തിന്റെ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? ഹൃദയത്തിന്റെ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? ഉത്തരം സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ്. 15ാമത്തെ ചോദ്യം: ഹൃദയം ഒരു തവണ സ്പന്ദിക്കാൻ എടുക്കുന്ന ഏകദേശ സമയം. ഹൃദയം
ഒരു തവണ സ്പന്ദിക്കാൻ എടുക്കുന്ന ഏകദേശ സമയം? ഉത്തരം 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡ് ആണ് ഹൃദയം ഒരു തവണ സ്പന്ദിക്കാൻ എടുക്കുന്ന ഏകദേശ സമയം. അടുത്തത് 16ാമത്തെ ചോദ്യം. ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര അളവ് രക്തമാണ് പമ്പ് ചെയ്യുന്നത്? 70 മില്ലി ലിറ്റർ. ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര അളവ് രക്തമാണ് പമ്പ് ചെയ്യുന്നത്? ഉത്തരം 70 മില്ലി ലിറ്റർ. 17ാമത്തെ ചോദ്യം. മനുഷ്യരിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ? ഉത്തരം ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ഉത്തരം ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. മനുഷ്യരിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. 18ാമത്തെ ചോദ്യം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരപാളി? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരപാളി? ഉത്തരം പ്ലൂറ. ഉത്തരം പ്ലൂറ. 19ാമത്തെ ചോദ്യം. ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഏത്? ഉത്തരം ഡയഫ്രം. ഉദരാശയത്തെയും സൗരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഏത്? ഉത്തരം ഡയഫ്രം. 70ാമത്തെ ചോദ്യം. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്കുള്ള രക്തം വഹിക്കുന്ന സിരകൾ ഏത്? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്കുള്ള രക്തം വഹിക്കുന്ന സിരകൾ ഏത്? ഉത്തരം പോർട്ടൽ സിരകൾ. ഉത്തരം പോർട്ടൽ സിരകൾ. 21ാമത്തെ ചോദ്യം. ഒരു മിനിറ്റിൽ ഹൃദയം ശരാശരി എത്ര തവണ മിടിക്കും? ഒരു മിനിറ്റിൽ ഹൃദയം ശരാശരി എത്ര തവണ മിടിക്കും? ഉത്തരം 72. 22ാമത്തെ ചോദ്യം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം സിഗ്നിയോമീറ്റർ. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക്? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് 120/80 ആണ് സാധാരണ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദ നിരക്ക്. ഓക്കെ. അടുത്തത് 24ാമത്തെ ചോദ്യം. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം? പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം? ഉത്തരം പ്ലീഹ. ഉത്തരം പ്ലീഹ. 25ാമത്തെ ചോദ്യം. കോശശ്വസനത്തിലെ ഒന്നാം ഘട്ടമേത്? കോശശ്വസനത്തിലെ ഒന്നാം ഘട്ടമേത്? ഉത്തരം ഗ്ലൈക്കോളിസിസ്. ഉത്തരം ഗ്ലൈക്കോളിസിസ്. 26ാമത്തെ ചോദ്യം. പുകയിലയിലെ വിഷവസ്തുക്കൾ മൂലം ശ്വാസകോശത്തിന്റെ വായു അറകളിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അസുഖം? പുകയിലയിലെ വിഷവസ്തുക്കൾ മൂലം ശ്വാസകോശത്തിന്റെ വായു അറകളിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അസുഖം ഏതാണ്? ഉത്തരം എംഫിസീമ. ഉത്തരം എംഫിസീമ. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്യുക. അടുത്തത്. ഏത് പദാർത്ഥത്തിന്റെ വിഘടന ഫലമായാണ് അമോണിയ ശരീരത്തിൽ രൂപപ്പെടുന്നത്? ഏത് പദാർത്ഥത്തിന്റെ വിഘടന ഫലമായാണ് അമോണിയ ശരീരത്തിൽ രൂപപ്പെടുന്നത്? ഉത്തരം അമിനോ ആസിഡുകൾ. ഉത്തരം അമിനോ ആസിഡുകൾ. അടുത്തത് 28ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ പേര്? സ്വേദഗ്രന്ഥികൾ. മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ പേര് സ്വേദഗ്രന്ഥികൾ. 30ാമത്തെ ചോദ്യം. ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ആള്? വില്യം ജോഹാൻ കോഫ്. വില്യം ജോഹാൻ കോഫ്. ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തയാളാണ് വില്യം ജോഹാൻ കോഫ്. 31ാമത്തെ ചോദ്യം. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ശാസ്ത്രജ്ഞൻ? ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഡോക്ടർ ജോസഫ് ഇ മുറെ. ഡോക്ടർ ജോസഫ് ഇ മുറെ. 32ാമത്തെ ചോദ്യം. മനുഷ്യന്റെ തലയിലെ അസ്ഥികളുടെ എണ്ണം? 29. മനുഷ്യന്റെ തലയിലെ അസ്ഥികളുടെ എണ്ണം 29. 33ാമത്തെ ചോദ്യം. മനുഷ്യന്റെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം? 26. മനുഷ്യന്റെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം 26. ആകെ കശേരുക്കൾ 33. അതുകൂടി നോട്ട് ചെയ്യുക. ആകെ കശേരുക്കൾ 33. 34ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം? 206. 35ാമത്തെ ചോദ്യം. കോശത്തിലെ ന്യൂക്ലിയസിന്റെ വിഭജനത്തിന് പറയുന്ന പേര്?
കോശത്തിലെ ന്യൂക്ലിയസിന്റെ വിഭജനത്തിന് പറയുന്ന പേര്? ഉത്തരം കാരിയോകൈനസിസ്. കോശത്തിലെ ന്യൂക്ലിയസിന്റെ വിഭജനത്തിന് പറയുന്ന പേരാണ് കാരിയോകൈനസിസ്. 36ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46, 23 ജോഡിയാണ്. അങ്ങനെ ടോട്ടൽ 46 ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അടുത്തത് 37ാമത്തെ ചോദ്യമാണ്, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. ഉത്തരം ന്യൂറോൺ. ഉത്തരം ന്യൂറോൺ. 38ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. 39ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡികളുടെ എണ്ണം 31 ജോഡി. മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡികളുടെ എണ്ണം 31 ജോഡി. അടുത്തത് 40ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 പാളിയുള്ള ആവരണത്തിന് പറയുന്ന പേര്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 പാളിയുള്ള ആവരണത്തിന് പറയുന്ന പേര് മെനിഞ്ചസ്. അടുത്തത് 41ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം? സെറിബ്രം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. 42ാമത്തെ ചോദ്യം, ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. 43ാമത്തെ ചോദ്യം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം പാർക്കിൻസൺസ്. നോട്ട് ചെയ്യുക. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. അടുത്തത് 44ാമത്തെ ചോദ്യം, റെറ്റിനയിൽ ഏറ്റവും തെളിമയുള്ള കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗം? റെറ്റിനയിൽ ഏറ്റവും തെളിമയുള്ള കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗം? ഉത്തരം പീതബിന്ദു. ഉത്തരം പീതബിന്ദു. 45ാമത്തെ ചോദ്യം, കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം? വൈറ്റമിൻ എ. കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം വൈറ്റമിൻ എ. 46ാമത്തെ ചോദ്യം, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ? ഉത്തരം തിമിരം. ഉത്തരം തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ തിമിരം. 47ാമത്തെ ചോദ്യം, ചെവി, കണ്ണ്, മൂക്ക് എന്നിവയിൽ ശരീരത്തിന്റെ തുലനനിലയെ പാലിക്കുന്ന അവയവം ഏത്? ചെവി, കണ്ണ്, മൂക്ക് എന്നിവയിൽ ശരീരത്തിന്റെ തുലനനിലയെ പാലിക്കുന്ന അവയവം? ഉത്തരം ചെവി. ഉത്തരം ചെവി. 48ാമത്തെ ചോദ്യം, എന്നാണ് ലോക പ്രമേഹ ദിനം? നവംബർ 14. നവംബർ 14 ശിശുദിനത്തിനാണ്. ശിശുദിനവും കൂടി അതിന്റെ ഒരു പ്രത്യേകതയാണ് നവംബർ 14. അത് നോട്ട് ചെയ്യുക. ലോക പ്രമേഹ ദിനം നവംബർ 14. 49ാമത്തെ ചോദ്യം, തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട മൂലകം? ഉത്തരം അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട മൂലകം അയഡിൻ. 50ാമത്തെ ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ അളവ്? 9 മുതൽ 11 mg വരെയാണ് പറഞ്ഞിരിക്കുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 to 11 mg ആണ്. 51ാമത്തെ ചോദ്യം, ശൈശവഘട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ഗ്രന്ഥി? ശൈശവഘട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ഗ്രന്ഥി? ഉത്തരം തൈമസ് ഗ്രന്ഥി. ഉത്തരം തൈമസ് ഗ്രന്ഥി. 52ാമത്തെ ചോദ്യം, അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി. ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി. 53ാമത്തെ ചോദ്യം, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ഉത്തരം പീനിയൽ ഗ്രന്ഥി. 54ാമത്തെ ചോദ്യം, ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഉത്തരം മെലാട്ടോണിൻ. ഉത്തരം മെലാട്ടോണിൻ. 55ാമത്തെ ചോദ്യം, ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. 56ാമത്തെ ചോദ്യം, വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ? ഉത്തരം
വാസോപ്രസിൻ. ഉത്തരം വാസോപ്രസിൻ. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. 57ാമത്തെ ചോദ്യം, മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. 58ാമത്തെ ചോദ്യം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്റിറോൺ. 59ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ. 60ാമത്തെ ചോദ്യം, പ്രതിരോധ കുത്തിവയ്പ് തുടക്കം കുറിച്ച ഗവേഷകൻ എഡ്വേർഡ് ജെന്നർ. പ്രതിരോധ കുത്തിവയ്പ് തുടക്കം കുറിച്ച ഗവേഷകൻ എഡ്വേർഡ് ജെന്നർ. 61ാമത്തെ ചോദ്യം, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. 62ാമത്തെ ചോദ്യം, ആന്റിബയോട്ടിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആന്റിബയോട്ടിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്തത് 63ാമത്തെ ചോദ്യം, പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിൻ. ഉത്തരം ചാൾസ് ഡാർവിൻ. 64ാമത്തെ ചോദ്യം, ഉൽപരിവർത്തന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ഉൽപരിവർത്തന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ഹ്യൂഗോ ഡ്രീവിസ്. ഉത്തരം ഹ്യൂഗോ ഡ്രീവിസ്. ഉൽപരിവർത്തന സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹ്യൂഗോ ഡ്രീവിസ്. 65ാമത്തെ ചോദ്യം, ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽ ആദ്യമായി ലഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ഫ്രാൻസ്. ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽ ആദ്യമായി ലഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ഫ്രാൻസ്. 66ാമത്തെ ചോദ്യമാണ് അടുത്തത്. വർഗീകരണ സിദ്ധാന്തത്തിന്റെ പിതാവ്. വർഗീകരണ സിദ്ധാന്തത്തിന്റെ പിതാവ് കാൾ ലിനേയ്സ്. കാൾ ലിനേയ്സ് ആണ് വർഗീകരണത്തിന്റെ സിദ്ധാന്താവ്. ഇനി വർഗീകരണ സിദ്ധാന്തത്തിന്റെ പിതാവ്. അടുത്തത് 67ാമത്തെ ചോദ്യം, ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? തിയോഫ്രാറ്റസ്. തിയോഫ്രാറ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. 69ാമത്തെ ചോദ്യം, സ്പീഷ്യസ് എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സ്പീഷ്യസ് എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ജോൺ റേ. ഉത്തരം ജോൺ റേ. 70ാമത്തെ ചോദ്യം, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെ? വൈറ്റമിൻ ബി, സി. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അടുത്തത് 72ാമത്തെ ചോദ്യം, ജീവകം എയുടെ പ്രധാന സ്രോതസ് ഇലക്കറികൾ. ശരിയോ തെറ്റോ? ജീവകം എയുടെ പ്രധാന സ്രോതസ് ഇലക്കറികളാണ്. ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന ശരിയാണ്. അടുത്തത് 73ാമത്തെ ചോദ്യം, കരളിൽ സംഭരിക്കുന്ന പ്രധാന ജീവകം. ജീവകം എ. കരളിൽ സംഭരിക്കുന്ന പ്രധാന ജീവകം ജീവകം എ. 74ാമത്തെ ചോദ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം എന്നിവയിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം. പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം എന്നിവയിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം. ഉത്തരം ജീവകം ഡി. ഉത്തരം ജീവകം ഡി. 75ാമത്തെ ചോദ്യം, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ഉത്തരം വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. 76ാമത്തെ ചോദ്യം, അക്സോബിക് ആസിഡ് എന്നത് ഒരു ജീവകത്തിന്റെ രാസനാമമാണ്. ഏതാണത്? അക്സോബിക് ആസിഡ് എന്നത് ഒരു ജീവകത്തിന്റെ രാസനാമമാണ്. ഏതാണത്? ഉത്തരം ജീവകം സി. ഉത്തരം ജീവകം സി. 77ാമത്തെ ചോദ്യം, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം. ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ജീവകം സി. അടുത്തത് 78ാമത്തെ ചോദ്യമാണ്, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ഉത്തരം ജീവകം സി. ഉത്തരം ജീവകം സി. 79ാമത്തെ ചോദ്യം, മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. ഉത്തരം ജീവകം B2. ഉത്തരം ജീവകം B2. അടുത്തത്, വൈറ്റമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവകമുണ്ട്. ഏതാണത്?
വൈറ്റമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവകമുണ്ട്. ഏതാണത്? ഉത്തരം ജീവകം B2. ജീവകം B2. 81-ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് സ്കിർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം സി. 82-ാമത്തെ ചോദ്യം, ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ശരിയോ തെറ്റോ? ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ശരിയോ തെറ്റോ? ഉത്തരം ശരിയെന്നാണ് കേട്ടോ. ഈ പ്രസ്താവന ശരിയാണ്. അടുത്തത് 83-ാമത്തെ ചോദ്യം, നിശാന്തതയ്ക്ക് കാരണം ഈ ജീവകത്തിന്റെ അഭാവമാണ്. ഏതാണ് ജീവകം? ഉത്തരം ജീവകം എ. നിശാന്തതയ്ക്ക് കാരണം ഈ ജീവകത്തിന്റെ അഭാവമാണ്. ഏതാണ് ജീവകം? ഉത്തരം ജീവകം എ. 84-ാമത്തെ ചോദ്യം, റിക്കസ്റ്റ് അഥവാ കണ എന്ന രോഗം ഡാഷ് ജീവകത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നു. ഉത്തരം ജീവകം ഡി. 85-ാമത്തെ ചോദ്യം, മന്ത് പരത്തുന്ന ജീവി. ക്യൂലെക്സ് പെൺകൊതുകുകൾ. മന്ത് പരത്തുന്ന ജീവി ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. 86-ാമത്തെ ചോദ്യം, ഏതിനം കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഏതിനം കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഉത്തരം ഈഡിസ് ഈജിപ്തി. 87-ാമത്തെ ചോദ്യം, പട്ടിന്റെ ഉൽപാദനത്തിനായി പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്? സെറികൾച്ചർ. പട്ടിന്റെ ഉൽപാദനത്തിനായി പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് സെറികൾച്ചർ. 88-ാമത്തെ ചോദ്യം, പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതി? ഉത്തരം പിസികൾച്ചർ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. 89-ാമത്തെ ചോദ്യം, പോളിത്തീൻ പോലെയുള്ള ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് പോളി ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ പോലെയുള്ള ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. 90-ാമത്തെ ചോദ്യം, കൃഷിസ്ഥലത്തെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിലയിരുത്തി കൃഷി ചെയ്യുന്ന രീതി? ഉത്തരം പ്രിസിഷൻ ഫാമിംഗ്. ഉത്തരം പ്രിസിഷൻ ഫാമിംഗ്. 91-ാമത്തെ ചോദ്യം, ചെടികളെ പോഷക ലായനികളിൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. ഉത്തരം ഹൈഡ്രോപോണിക്സ്. ചെടികളെ പോഷക ലായനികളിൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. 92-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോഴിക്കോട്. 93-ാമത്തെ ചോദ്യം, കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം കാതോരം. ഉത്തരം കാതോരം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോരം. 94-ാമത്തെ ചോദ്യം, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിക്കെതിരെയുള്ള പോരാട്ടത്തിനായി 2018 ഒക്ടോബറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിക്കെതിരെയുള്ള പോരാട്ടത്തിനായി 2018 ഒക്ടോബറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. അടുത്തത് 95-ാമത്തെ ചോദ്യമാണ്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കായി കേരള സർക്കാർ ഒരുക്കുന്ന പുനരധിവാസ പദ്ധതി? ഉത്തരം സ്നേഹക്കൂട്. 96-ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്ന ആരോഗ്യ പദ്ധതി? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്ന ആരോഗ്യ പദ്ധതി? അമൃതം ആരോഗ്യം. 97-ാമത്തെ ചോദ്യം, 10 വയസ്സിൽ താഴെയുള്ളതും ജന്മനാ ഹൃദയ വൈകല്യമുള്ളതുമായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി? ഉത്തരം ഹൃദ്യം. ഉത്തരം
ഹൃദയം. 98ാമത്തെ ചോദ്യമാണ്. COVID-19 വ്യാപനം തടയാനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനിങ്. COVID-19 വ്യാപനം തടയാനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനിങ്. ഉത്തരം ബ്രേക്ക് ദ ചെയിൻ. ഉത്തരം ബ്രേക്ക് ദ ചെയിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് SCRT ചോദ്യങ്ങൾ അടങ്ങിയ 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ലാത്ത നോട്ടുകൾ നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക. ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. SCRT ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.